നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം വെല്ലുവിളിയുള്ളതോ അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യം വല്ലതുമാണോ? നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഹേർട്ടായിരിക്കോ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ ആ ഒരു വിഷമം നിമിത്തം ദേഷ്യം എന്നൊരു മനോഭാവം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവം നിങ്ങളോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയമുണ്ടാവുമോ? 1 തെസ്സലോനിക്കർ 5:18 പറയുന്നത്, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തിന് നന്ദി പറയുന്നത്, സ്തോത്രം ചെയ്യുന്നത്? ലോകം പറയും നിങ്ങൾക്ക് ചിലപ്പോൾ വട്ടായിരിക്കാമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏതൊരു സാഹചര്യത്തിൻ്റെ നടുവിലും നമുക്ക് നന്ദിയുടെ മനോഭാവം വേണം. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ഇറ്റേണിറ്റി. നിങ്ങൾ ചിലപ്പോൾ കോറി ടെൻ ബൂം എന്ന് പറയുന്ന ഒരു സ്ത്രീയെപ്പറ്റി കേട്ട് കാണും. ദൈവം വേൾഡ് വാർ 2 സമയത്ത്, 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് നാസി ജർമ്മനിക്കകത്ത ഹോളോകോസ്റ്റിൻ്റെ നടുവിൽ ദൈവം ആ സ്ത്രീയെ ഉപയോഗിച്ച് അനേക യഹൂദ ജനത്തെ സംരക്ഷിക്കുവാനും ഈ സ്ത്രീയുടെ ഭവനത്തിൽ ആളുകളെ ഒളിപ്പിക്കുവാനും അങ്ങനെ യഹൂദ ജനതയെ ജയിലിൽ അല്ലെങ്കിൽ ഈ നാസികളുടെ കീഴിൽ അകപ്പെടാതെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച ഒരു സ്ത്രീയായിരുന്നു. എന്തായാലും അവരെ പിന്നീട് നാസി ജർമ്മൻ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അവരെ റേവൻസ്ബ്രഗ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അവരെ കൊണ്ടുപോയി. അവരുടെ ആ ഫേമസ് ബുക്കായിരുന്ന ദ ഹൈഡിങ് പ്ലേസിൽ ഈ കോറി ടെൻ ബൂം പറയുന്നത് എങ്ങനെയാണ് ദൈവം അവരെയും അവരുടെ സഹോദരിയായ ബെറ്റ്സിയെയും അത്ഭുതകരമായി സംരക്ഷിച്ചതെന്നുള്ളത്. പ്രത്യേകിച്ച് നാസി ജർമ്മൻസ് ഇവരെ കൊല്ലാതിരിക്കുവാൻ ദൈവം എങ്ങനെയാണ് അവരെ സംരക്ഷിച്ചതെന്നുള്ളത് അവരെ ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഈ റവൻസ്ബ്രഗ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കോറിയും ബെറ്റ്സിയും, അതായത് തൻ്റെ സഹോദരിയും, അവിടുത്തെ ആ ആളുകളെ കൊണ്ട് നിറച്ച ഡോമിട്രികളൊക്കെ കണ്ട് ഷോക്കായിപ്പോയി. അതും ആ ബാരാക്ക് 28, അവിടെയായിരുന്നു ഇവരെ ജയിലിൽ അടച്ചിരുന്നത്. അവിടുത്തെ ആ എണ്ണമില്ലാത്ത ആ ഫ്ലീസ്, അതായത് ചെള്ളുകളുടെയൊക്കെ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇവർക്ക് ഷോക്കായിപ്പോയി. അവർ എന്നാലും അതിനകത്ത് റെഗുലറായിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥനാ മീറ്റിങ്ങുകളൊക്കെയും തന്നെ നടത്തുമായിരുന്നു. അത് സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ അറിവില്ലാതായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഒരു സെക്യൂരിറ്റി ഗാർഡ്സും ഇവരുടെ ഈ ബാരക്സിൽ ചെക്കിങ്ങിന് വരുന്നുമില്ലായിരുന്നു. ഒരു ദിവസം ബൈബിൾ വായിച്ച ശേഷം തൻ്റെ ആ സഹോദരി ബെറ്റ്സി പറഞ്ഞത്, ഈ ഒരു സാഹചര്യത്തിലും ദൈവത്തിന് ഇവർക്ക് അല്ലെങ്കിൽ ദൈവത്തോട് ഇവർക്ക് നന്ദിയുള്ളവരാകാമല്ലോ എന്ന്. കാരണം 1 തെസ്സലോനിക്കർ 5:18 വാക്യമായിരുന്നു അവർ വായിച്ചത്. കാരണം അവിടെ നമ്മൾ വായിച്ചത് ഏതൊരു സാഹചര്യത്തിലും നമ്മൾ സ്തോത്രം ചെയ്യണം. കോറിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടുത്തെ ആ ചെള്ളുകളുടെ ആ ശല്യം വളരെ സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ബെറ്റ്സി അവളെ ഓർപ്പിച്ചത്, എന്നാലും നന്ദി പറയാമല്ലോ, കാരണം ആ സഹോദരിമാരിപ്പോഴും ഒരുമിച്ച് തന്നെയല്ലേ. കാരണം പലരും ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഫാമിലീസിനെ എല്ലാം സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഭർത്താവ് ഒരു ക്യാമ്പിൽ, ഭാര്യ വേറൊരു ക്യാമ്പിൽ, മക്കൾ വേറൊരു ക്യാമ്പിൽ, ചിലരെയൊക്കെ കൊന്നുകളയുന്നത് മറ്റുള്ളവർ അറിയത്തുപോലുമില്ലായിരുന്നു. എന്നാലും ഈ സഹോദരിമാർ ഒരുമിച്ചായതുകൊണ്ട് നന്ദി പറയാമല്ലോ എന്ന് ബെറ്റ്സി പറഞ്ഞു. കോറി പറഞ്ഞു, ആ ഒരു കാര്യത്തിന് നന്ദി പറയാം, പക്ഷേ ഈ ഫ്ലീസ്, ചെള്ളുകളെ ഓർത്ത് നന്ദി പറയാൻ ബുദ്ധിമുട്ടാണ്. ബെറ്റ്സി പക്ഷേ പിന്നീട് പറഞ്ഞു, സെക്യൂരിറ്റി ഗാർഡ്സ് നമ്മുടെ ലഗേജ് ഒന്നും ചെക്ക് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് തന്നെയല്ലേ ബൈബിൾ നമുക്ക് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റിയതും ആരും നമ്മളെ ഇതുവരെ പിടിക്കാതിരുന്നതും. കോറി പറഞ്ഞു, അതിനും നന്ദിയുള്ളവൾ തന്നെയാണ്, പക്ഷേ ഈ ചെള്ളുകളുടെ കാര്യത്തിനകത്ത് ഒരു രീതിയിലും നന്ദി പറയാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും കോറി പിന്നീട് മനസ്സിലാക്കി, അവളും അവിടെ സഹോദരിയും ഈ നാസി ജർമ്മൻ പോലീസ് അവർ വന്ന് പിടിച്ചോണ്ട് പോകാതിരിക്കാനായിട്ടുള്ള ഏക കാരണം ആ ചെള്ളുകളുടെ ശല്യം. കാരണം നാസി ജർമ്മൻസ് ആ ബാരക്ക് 28 ഇൻസ്പെക്ഷന് വരത്തില്ലായിരുന്നു. കാരണം ഫ്ലീസ്, ആ ചെള്ളുകളെ നാസി ജർമ്മൻസിന് ഒരു രീതിയിലും ഇഷ്ടമല്ല, സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഈ സഹോദരിമാരുടെ ഷെയറിങ് ദ ഗോസ്പൽ, സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ക്രിസ്തുവിലുള്ള പ്രത്യാശ ഇതുപോലെ പ്രിസണിൽ കിടക്കുന്ന, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുന്ന മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിൻ്റെയും ആ റിസൾട്ടായിട്ടുള്ള രീതിയിൽ അനേകർ ക്രിസ്തുവിലേക്ക് തിരിയാനിടയായി. വർഷങ്ങൾക്ക് ശേഷം കോറി ടെൻ ബൂം പറഞ്ഞത് ഈ ഒരു സാഹചര്യമായിരുന്നു അവളെ പഠിപ്പിച്ചത് ഏത് സാഹചര്യത്തിലും നന്ദിയുള്ളവളായിരിക്കണമെന്നും ഏത് സാഹചര്യത്തിലും സ്തോത്രം ചെയ്യണമെന്നുള്ള വസ്തുതയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ദൈവം ഈ സാഹചര്യത്തെയാണ് ഉപയോഗിച്ചതെന്നാണ് അവൾ പറഞ്ഞത്. ഈ ഒരു സംഭവം ഹൈലൈറ്റ് ചെയ്യുന്നത് കോറി ടെൻ ബൂമിൻ്റെ ആഴമേറിയ വിശ്വാസം.
എങ്ങനെയാണ് ഇപ്രകാരമുള്ള അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിന് നടുവിലും ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ കൃപയും രുചിക്കുവാൻ ദൈവം അവസരമൊരുക്കുന്നത്? കാരണം ശാപമായി കാണാവുന്ന ചെള്ളുകളുടെ സാഹചര്യത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുകയായിരുന്നു. കാരണം ദൈവം ഇവരെ സംരക്ഷിച്ചു, ദൈവം അവർക്ക് ആത്മീക സ്വാതന്ത്ര്യവും നൽകി. അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു പ്രബോധനം എഴുതുമ്പോൾ തന്നെ അവൻ പറഞ്ഞത് ഏതൊരു സാഹചര്യത്തിലും നന്ദിയുള്ളവരായിരിക്കണം. അവൻ തന്നെ ആ സമയം റോമൻ ജയിലിൽ അവൻ കാരാഗ്രഹത്തിൽ അവനെ ഇംപ്രസൺ ചെയ്തിരിക്കുക. ആ ഒരു ഉറപ്പ് അവനുള്ളതുകൊണ്ടാണ് റോമർ 8:28 അവൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും, ശ്രദ്ധിക്കണം, സകലതും, അത് അതിനകത്ത് ഏതൊരു സാഹചര്യവും നല്ലതും നല്ലതല്ലാത്തതുമായ സകല സാഹചര്യങ്ങളെയും സകലത്തിനെയും ദൈവം അവരുടെ നന്മയ്ക്കായിട്ടത്ര ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ അതെന്തു തന്നെ ആയിക്കോട്ടെ, എനിക്കറിയണമെന്നില്ല, പക്ഷേ ദൈവത്തിനറിയാം. ആ ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യാമോ? ദൈവത്തോട് നന്ദിയുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകാമോ? അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്താം. ഈ വീഡിയോ കാണുകയും മറ്റുള്ള അനേകർക്ക് അതൊരു പ്രബോധനവും എൻകറേജ്മെൻറ്റും ആകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സകലരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.